ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാക്കണം നമ്മളിന്നിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോണ ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റിച്ചുമോനെ കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണം ഞങ്ങളെല്ലാവരും കൂടെ കേട്ടോ പോണത്. അങ്ങനെ മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണം സ്കൂളില്ലാതെ ശനിയാഴ്ച നോക്കിക്കാണ്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പോകാൻ നിന്ന് കേട്ടോ. കാരണം ഡോക്ടർ ബുധനാഴ്ചയും പിന്നെ ശനിയാഴ്ച ആയിട്ടുണ്ടായാൽ അങ്ങനെ ഇതാക്കണം ശനിയാഴ്ച ഉണ്ട് ഞങ്ങൾ പോണത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഓൻ്റെ കാല് പിന്നെ എല്ല് പൊട്ടിയതിൻ്റെ ശേഷം ഇപ്പോൾ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 5 മാസമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇതാക്കണം. അപ്പോൾ എന്തായാലും ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഏകദേശം നടത്തൊക്കെ ഒന്ന് ക്ലിയറായി വരുന്നേ ഉള്ളൂ. അങ്ങനെ ഇതാക്കണം മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളോട്ടാണ് കേട്ടോ പിന്നെ നമ്മളെ വിംസ് ഹോസ്പിറ്റലുള്ളത്. കാരണം നല്ല വലിയൊരു ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ ഒരു ഒഴിഞ്ഞൊരു പിന്നെ സ്ഥലത്താണ് കേട്ടോ. അങ്ങനെ ഇതാക്കണം ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് എത്തിട്ടോ. അങ്ങനെ ഇതാ നല്ല അത്യാവശ്യം രാവിലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ ഇതാക്കണം ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാട്ടോ പോന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഇതാ നമ്മളെ വിംസിൻ്റെ മുന്നിലെത്തിട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഇനി റിച്ചുവിനെ കൊണ്ട് ഇറങ്ങിയിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ആ ഒരു ഏകദേശം ആ സമയം കണക്കാക്കിയിട്ടാണ് നമ്മൾ വന്നത്. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും ഇവിടെ എത്തി. അങ്ങനെ ഇവിടെ ഇറങ്ങി ഇങ്ങനെ പിന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വന്ന് നോക്കുമ്പോൾ 14 ടോക്കൺ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളത് ഇതാക്കണ 27 കേട്ടോ. അങ്ങനെ ഇതാക്കണ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡോക്ടർ നമുക്കൊന്ന് എക്സ്റേ എടുത്ത് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എക്സ്റേ എടുത്തുകൊണ്ട് ഇതാക്കണേ നമ്മളങ്ങനെ വന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ലിഫ്റ്റിലാട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങനെ കുറച്ച് നടന്ന് വരാനായിട്ടോ. അങ്ങനെ ഇതാ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പറഞ്ഞു പിന്നെ മെയിൻ ഇതിന് നടക്കണം, പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലൊക്കെ കൂടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നല്ലോണം നടക്കുക, പിന്നെ പന്തൊന്നും കളിക്കണ്ട എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ മരത്തിലൊന്നും ഇനി ഒട്ടും കയറണ്ടെന്ന് അങ്ങനത്തെ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഞങ്ങളങ്ങനെ വിംസ് ഒന്ന് ചായയൊക്കെ കുടിച്ചുകൊണ്ട് എന്താക്കി അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിട്ടോ. കാരണം വിംസ് പോയ ആ ഒരു മെഷീൻ ചായയും ഒരു എന്തെങ്കിലും ഒരു സ്നാക്സും കഴിക്കുന്നത് നിർബന്ധം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചും കണ്ട് നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. റിച്ചുമോന് കുഴപ്പമൊന്നുമില്ല എന്ന് കേട്ടപ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മോനിപ്പോൾ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കേട്ടോ. ആ ഒരു 9ാം ക്ലാസ്സിലത്തെ ക്ലാസ്സാണ് ഇപ്പോൾ ഏകദേശം 5 മാസമായിട്ടോ. അങ്ങനെ പോവാണ്ടി മദ്രസ സ്കൂളൊന്നും പോകലില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഒരു ഇടങ്ങേറായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ പിന്നെ എല്ലാം റെഡി ആവുമെന്ന് കേട്ടപ്പോൾ തന്നെ നല്ലൊരു സമാധാനം. ഇനിയിപ്പോൾ അങ്ങനെ മോൻ്റെ നടത്തം കൂടി ഒന്ന് ക്ലിയറായി ഒറ്റക്കൊക്കെ നടക്കലൊക്കെ തുടങ്ങിയാൽ അങ്ങനെ ഓനൊന്ന് സ്കൂളിലേക്കൊക്കെ ഒന്ന് പറഞ്ഞു വിടാമെന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതാക്കണേ പിന്നെ ഞങ്ങൾ വേറെ 2-3 സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി കണ്ടുണ്ടാക്കി ഞങ്ങൾ പിന്നെ അവിടെ ഒരു മേപ്പാടി ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ജ്യൂസോ പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ കുടിച്ചോടി പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്താക്കി എല്ലാവർക്കും അവിൽ മിൽക്ക് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇതാക്കണ സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവിടെ എണ്ണക്കടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണ നല്ല പിന്നെ മുട്ട ബോണ്ട ഉണ്ടായിരുന്നു, പിന്നെ പഴംപൊരിയും പിന്നെ ഉള്ളിവട ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പഴംപൊരി എനിക്ക് പഴംപൊരി പിന്നെ കണ്ടാൽ പിന്നെ ഒന്നും വേറെ ഒന്നും വേണ്ടല്ലോ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇതാക്കുക പിന്നെ അവിൽ മിൽക്കും ഓർഡർ ആക്കിയിട്ടോ. എന്താണെന്നറിയില്ല, അവിൽ മിൽക്ക് ഒരു വട്ടം കുടിച്ചതിൻ്റെ ശേഷം പിന്നെ തന്നെ പരിപാടി കേട്ടോ. അവിൽ മിൽക്ക്. അപ്പോൾ എന്തായാലും ഇതാക്കണം നമ്മൾ അവിൽ മിൽക്ക് നമ്മളെ മുന്നിലെത്തിട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടോ. പിന്നെ ഇപ്രാവശ്യം എല്ലാവരും ഒരുപോലെ തന്നെ കേട്ടോ വാങ്ങിയത്. അങ്ങനെ ഇതാക്കണ കടിയൊക്കെ ഇവിടെ ഓരോരുത്തരും പാസ് ചെയ്ത് ഇങ്ങനെ തിന്ന് കഴിഞ്ഞു കേട്ടോ. ഓരോ കടയിൽ കയറുമ്പോൾ ഓരോ പിന്നെ ടേസ്റ്റാണ് കേട്ടോ. അവിൽ മിൽക്കിനെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ കടയിൽ നമ്മൾ ഫസ്റ്റ് ടൈം ആട്ടോ കയറുന്നത്. അങ്ങനെ ഇതാക്കണ നമ്മൾ പിന്നെ കുടിച്ചുങ്ങാണ്ട് അങ്ങനെ ഇറങ്ങിട്ടോ. ഇനി നമുക്ക് ഇതാക്കണ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാക്കണ കൽപ്പറ്റയിലേക്കാട്ടോ സാധനം മേടിക്കാൻ വേണ്ടി പോണത്. സ്മാർട്ട് ബസാറിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു കടയിൽ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ പോണത്. അപ്പോൾ ഇതാക്കണം നമ്മൾ ഓരോ ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്കൊന്നും തന്നെ നല്ലതല്ലേ. അപ്പോൾ ഇതാ നല്ല സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ കുറേ ഐറ്റംസൊക്കെ നമ്മളിങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിന്ന് സാധനങ്ങളൊക്കെ അങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ടോ. അപ്പോൾ റിച്ചുവിന് ഇതാക്കണത് ഇങ്ങനെ നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഒരാളിങ്ങനെ പിടിക്കണ്ട. അപ്പോൾ ഇതാകുമ്പോൾ എനിക്ക് നല്ല സുഖമാട്ടോ. അതിങ്ങനെ ഉന്തിപ്പോയാൽ അതിൻ്റെ പിന്നാലെ അങ്ങനെ പോയാൽ മതിയല്ലോ. അങ്ങനെ ഇതാ എല്ലാതും കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഇതാക്കണ നമ്മൾ ബില്ലൊന്ന് പേ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാക്കണ സാധനങ്ങളൊക്കെ അതിനിങ്ങനെ ഇവിടെ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചിമോനാണ് കേട്ടോ അതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഇതാക്കണ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതാക്കണം ഇവിടെ നിന്ന് അങ്ങനെ ഇനി ഇറങ്ങാൻ കേട്ടോ. അപ്പം നേരെ ലിഫ്റ്റിലാണ് കേട്ടോ നമ്മൾ പോണത്. അങ്ങനെ ഇതാക്കണ സച്ചിമോൻ ഇങ്ങനെ ഉന്തിക്കാണ്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നല്ലൊരു പൈസ ആയിട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫറിലൊക്കെ കിട്ടുമ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ മേടിക്കും കേട്ടോ. അങ്ങനെ ഇതാ ലിഫ്റ്റിലാണ് പോകുന്നത്. ലിഫ്റ്റിൽ വന്ന് നോക്കുമ്പോൾ ആരും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണേ നമ്മൾ ലിഫ്റ്റിൽ കയറി കണ്ട് നമ്മളിതാക്കണം അങ്ങനെ പുറത്ത് വന്നിട്ട് അങ്ങനെ ഇറങ്ങി കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഏകദേശം നല്ല സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഏകദേശം 9:00 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ വേഗം വന്ന് കണ്ട് ഇനി നമ്മൾ വണ്ടിയിലേക്ക് സാധനങ്ങളൊക്കെ എടുത്തു തരണം കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തിടാൻ നോക്കുമ്പോഴാണ് നമ്മളെ കയ്യിൽ കവറൊന്നും ഇല്ലയെന്ന് മനസ്സിലായത് കേട്ടോ. അപ്പോൾ വീണ്ടും എന്താക്കി ആ ലെഫ്റ്റിൽ തന്നെ അവർ പോയി കണ്ട് എന്താക്കി 2 കവർ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ കവറിലൊക്കെ പെറുക്കിയെടുത്ത് കണ്ട് വന്നിട്ട് പിന്നെ നമ്മൾ ഭക്ഷണം കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും കഴിച്ചില്ല കേട്ടോ. കാരണം വീട്ടിൽ നമ്മൾ ഭക്ഷണമൊക്കെ വെച്ചിട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞ് കണ്ട് നേരെ ഞങ്ങൾ വീട്ടിലേക്കാട്ടോ പോയത്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മളെ വിശേഷങ്ങൾ.